ഇന്നത്തെ നമ്മുടെ ലെസൺ സ്പോക്കൺ ഇംഗ്ലീഷുമായി റിലേറ്റ് ചെയ്ത ഒരു ലെസണാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇത്തരം എക്സ്പ്രഷൻസ് എപ്പോഴും ഉപയോഗിക്കും. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴൊക്കെ ഇത്തരം എക്സ്പ്രഷൻസ് എപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും ഒരുപാട് എക്സ്പ്രഷൻസ് ഇതുപോലെയുള്ളത് കാണും. അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. പക്ഷേ ഇത്തരം എക്സ്പ്രഷൻസ് നമ്മുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് വളരെ ഇംപ്രസീവ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കും അത്തരം എക്സ്പ്രഷൻസ് പഠിക്കണം. ആദ്യത്തെ എക്സ്പ്രഷൻ ടേക്ക് ഫോർ ഗ്രാൻഡഡ്. ഡോണ്ട് ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ്. ഡോണ്ട് ടേക്ക് ദിസ് ഫോർ ഗ്രാൻഡഡ്. യു ആർ ടേക്കിംഗ് മീ ഫോർ ഗ്രാൻഡഡ്. ഇങ്ങനെയൊക്കെ എപ്പോഴും കാണുന്നതാണ് അല്ലെങ്കിൽ കേൾക്കുന്നതാണ്. പക്ഷേ ഇതെന്താണ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്നത്? അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. പക്ഷേ എന്താണ് അതിൻ്റെ മീനിങ് എന്നറിഞ്ഞാലേ നമ്മളോട് മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ അവർ ഉപയോഗിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് എന്താണ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ദിവസവും നമുക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ, നമുക്കങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു വലിയൊരു കാര്യമൊന്നും അല്ല. അത് നമുക്ക് എന്നും കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കും എന്ന ഒരു ചിന്തയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ ഒരു കാര്യത്തിനോട് അതിന് ശരിയായ അത് അർഹിക്കുന്ന ഒരു വാല്യൂ അതിന് കൊടുക്കാതെ ഇരിക്കുന്നതാണ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്നത്. ഡോണ്ട് ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരാൾക്ക് വല്ലാതെ ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ ആ ആൾക്ക് ഒരു വിലയുമില്ല അതിന്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്, അതല്ലെങ്കിൽ ഞാനതൊന്നും ചെയ്തുകൊണ്ടിരുന്നോളും എന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഡോണ്ട് ടേക്ക് മീ ഫോർ ഗ്രാൻഡഡ്. എപ്പോഴും ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനൊരു വിലയുമില്ല. ഡ്രിങ്കിങ് വാട്ടർ കിട്ടാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ ആളുകൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നു. പക്ഷേ അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമുക്കത് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള വാല്യൂ നമ്മൾ കൊടുക്കില്ല. അപ്പോൾ വി ആർ ടേക്കിംഗ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഗ്രാൻഡഡ്. വി ആർ ടേക്കിംഗ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിന് ആവശ്യമുള്ള ഒരു വില നമ്മൾ കൽപ്പിക്കുന്നില്ല. നമ്മളത് എന്നും കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്നർത്ഥത്തിൽ നമ്മളതങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മളതിനൊരു വാല്യൂ കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് എയർ. നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് എയർ വേണം. അത് നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല, നമ്മൾക്കത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ എയർ എന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. വി ആർ ടേക്കിംഗ് air for granted. She is blaming me for taking her for granted. അവൾ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ബ്ലെയിമിങ് മീ. എന്തിനാണ്? ഫോർ ടേക്കിംഗ് ഹെർ ഫോർ ഗ്രാൻഡഡ്. അവളെ ഒരു വിലയും ഇല്ലാതെ പോലെ ഞാൻ ബിഹേവ് ചെയ്യുന്നതിന്. അവൾ ഒരുപാട് ഹെൽപ്പ് എനിക്ക് ചെയ്യുന്നു, എന്നിട്ടും ഞാൻ അവൾക്കൊരു വില കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഷീ ഈസ് ബ്ലെയിമിങ് മീ ഫോർ ടേക്കിംഗ് ഹെർ ഫോർ ഗ്രാൻഡഡ്. ഇനി അടുത്ത ഒരു എക്സ്പ്രഷനാണ് ഹാവിങ് സെഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പൈറ്റ് എന്ന് പറയില്ലേ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നു, ആ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിലും പിന്നീട് പറയുന്നത് വേറൊരു കാര്യമാണ്. അതിന് വളരെ ഒട്ടും യോജിക്കാത്ത ഒരു കാര്യമായിരിക്കും. ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും പിന്നീട് പറയുന്നത്. ഹൗഎവർ എന്നൊക്കെ പറയില്ലേ, അത്. അല്ലെങ്കിൽ ഡിസ്പൈറ്റ്. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. ഹാവിങ് സെഡ് ദാറ്റ് ദ സെയിൽസ് ആർ ലോ ദിസ് ഇയർ. നോക്കൂ, ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. ഞാൻ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? പിന്നീട് പറയുന്ന അതിനോട് തന്നെ യോജിക്കുന്ന ഒരു കാര്യമാവില്ലേ? പക്ഷെ അതല്ലാതെ ഹാവിങ് സെഡ് ദാറ്റ് ദ സെയിൽസ് ആർ ലോ ദിസ് ഇയർ. സെയിൽസ് ഒക്കെ ഈ ഇയറിൽ ലോ ആണ്, വളരെ കുറവാണ് എന്ന്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഞാൻ അഭിനന്ദിക്കുന്നു, പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും സെയിൽസ് വളരെ ലോ ആണ് എന്നാണ് പറയുന്നത്. ഐ അപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. ഹാവിങ് സെഡ് ദാറ്റ് സെയിൽസ് ആർ ലോ ദിസ് ഇയർ. അടുത്തത് ടു ബി ഓൺ ദ സേഫ് സൈഡ്. ഇതിൻ്റെ മീനിങ്, ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സംഭവിക്കും, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുമെന്നറിയുമ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ടു ബി ഓൺ ദ സേഫ് സൈഡ്, അത് ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലേ. ടു ബി കോഷ്യസ്.
അതല്ലെങ്കിൽ ടു ടേക്ക് പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യും. അതാണ് ടു ബി ഓൺ ദ സേഫ് സൈഡ് എന്ന് പറയുന്നത്. ടു ബി ഓൺ ദ സേഫ് സൈഡ് ടേക്ക് സം എക്സ്ട്രാ ക്യാഷ് വിത്ത് യു. ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു, അപ്പോൾ ഒരു കാർഡ് മാത്രം, ബാങ്കിൻ്റെ കാർഡ് കയ്യിലുണ്ട്, അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഷോപ്പിംഗ് നടത്താം എന്ന അർത്ഥത്തിലാണ് നമ്മൾ പോകുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് ഉപദേശിക്കുകയാണ്, കുറച്ച് എക്സ്ട്രാ ക്യാഷ് കയ്യിലെടുത്തോളൂ, കാരണം ബാങ്ക് കാർഡ് ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റിൻ്റെ സമയത്താവും ചിലപ്പോൾ ബാങ്ക് കാർഡ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാവുക എന്നത് ഒരു മുൻകരുതലാണ്, അല്ലേ? അതാണ് ടു ബി ഓൺ ദ സേഫ് സൈഡ് ടേക്ക് സം എക്സ്ട്രാ ക്യാഷ് വിത്ത് യു. അപ്പോൾ ടു ബി ഓൺ ദ സേഫ് സൈഡ് എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടിരിക്കുന്നു, കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കത് എഴുതിയെടുക്കണ്ടേ? ടു ബി ഓൺ ദ സേഫ് സൈഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഒന്ന് സേഫായിട്ടിരിക്കുക മീൻസ് നമ്മളത് മറന്നു പോവുകയാണെങ്കിൽ അതിനൊരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് നമ്മൾ എഴുതിയെടുക്കൂ എന്നാണ്. ടു ബി ഓൺ ദ സേഫ് സൈഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഹാവിങ് സംതിങ് ഇൻ മൈൻഡ്, ഇത് വേറൊരു എക്സ്പ്രഷനാണ്, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹാവ് സംതിങ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലെന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നല്ലേ, മനസ്സിലെന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കുക, അതിനെയാണ് ഹാവ് സംതിങ് ഇൻ മൈൻഡ്. ഐ ഹാവ് സംതിങ് ഇൻ മൈൻഡ്, ഐ വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു. എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ ഹാവ് സംതിങ് ഇൻ മൈൻഡ്. ഡു യു ഹാവ് സംതിങ് ഇൻ മൈൻഡ്? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഐ ഹാവ് സംതിങ് ഇൻ മൈൻഡ് ഫോർ ദ പ്രോജക്റ്റ്, ലെറ്റ് മീ ഷെയർ ഇറ്റ് വിത്ത് യു. പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് നിന്നോട് ഷെയർ ചെയ്യട്ടെ. ഔട്ട് ഓഫ് ഓർഡർ. ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചില മെഷീൻസൊക്കെ ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, ചില ഡിവൈസസ് ഒക്കെ ചിലപ്പോൾ അത് വർക്കിംഗ് കണ്ടീഷൻ ആവില്ല, അത് ഫങ്ഷൻ ചെയ്യില്ല, അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് ഓർഡർ, ദ മെഷീൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയാം. പ്ലീസ് ടേക്ക് ദ സ്റ്റെയർസ്, ദ എലിവേറ്റർ ഈസ് ഔട്ട് ഓഫ് ഓർഡർ. എലിവേറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഔട്ട് ഓഫ് ഓർഡറാണ്, അതുകൊണ്ട് സ്റ്റെപ്സ് കയറി പോകൂ എന്നാണ്. പ്ലീസ് ടേക്ക് ദ സ്റ്റെയർസ്. ദ മെഷീൻ ഈസ് ഔട്ട് ഓഫ് ഓർഡർ, ഇറ്റ് നീഡ്സ് ടു ബി റിപ്പയർഡ്. മെഷീൻ ഔട്ട് ഓഫ് ഓർഡറാണ്, വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് നീഡ്സ് ടു ബി റിപ്പയർഡ്, അത് റിപ്പയർ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഓൺ ദ പോയിൻ്റ് ഓഫ്. ഓൺ ദ പോയിൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയില്ലേ, ഞാനത് ചെയ്യാൻ പോവുകയായിരുന്നു. എബൌട്ട് ടു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അറ്റ് ദ പോയിൻ്റ് ഓഫ് എന്നും പറയാം. ഐ ആം ഓൺ ദ പോയിൻ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഐ ആം ഓൺ ദ പോയിൻ്റ് ഓഫ് റൈറ്റിംഗ്, ഞാൻ അങ്ങോട്ട് എഴുതാൻ നിൽക്കുകയാണ്, ഇപ്പോൾ തന്നെ എഴുതാൻ പോവുകയാണ് എന്ന മീനിങ്ങിലാണ്. ഐ ആം ഓൺ ദ പോയിൻ്റ് ഓഫ് റൈറ്റിംഗ്. ഐ ആം ഓൺ ദ പോയിൻ്റ് ഓഫ് ലീവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടു പോകാൻ നിൽക്കുകയാണ്. ഐ വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലീവിങ് വെൻ യു കോൾഡ് മീ, നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. ലീവ് ചെയ്യുക മീൻസ് ഒരു സ്ഥലത്ത് നിന്ന് വിട്ടു പോവുക. അപ്പോൾ ഐ വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് ലീവിങ് വെൻ യു കോൾഡ് മീ. ഐ വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് ഈറ്റിംഗ് വെൻ ദ ഡോർ ബെൽ റാങ്. ഞാൻ അങ്ങോട്ട് കഴിക്കാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് ഡോർ ബെൽ റിങ് ചെയ്യുന്നത്. ഐ വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് ഈറ്റിംഗ് വെൻ ദ ഡോർ ബെൽ റാങ്. ഐ വാസ് എബൌട്ട് ടു ഈറ്റ് എന്നാണ് മീനിങ്. എബൌട്ട് ടു ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ഈറ്റ് വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഓൺ ദ പോയിൻ്റ് ഓഫ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ING ഫോം. ഓൺ ദ പോയിൻ്റ് ഓഫ് ഈറ്റിംഗ്, ഓൺ ദ പോയിൻ്റ് ഓഫ് ലീവിങ്, ഓൺ ദ പോയിൻ്റ് ഓഫ് ഗോയിങ് ഔട്ട്, അങ്ങനെയൊക്കെ. കീപ്പ് ആൻ ഐ ഓൺ. കീപ്പ് ആൻ ഐ ഓൺ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക. നമ്മൾ അത് തന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, അത് ശ്രദ്ധിക്കുക, അത് ഒബ്സർവ് ചെയ്യുക, ഒരു കെയർഫുൾ ഒബ്സർവേഷൻ ഉണ്ടായിരിക്കുക എന്ന്. കീപ്പ് ആൻ ഐ ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കീപ്പ് ആൻ ഐ ഓൺ സംവൺ. കീപ്പ് ആൻ ഐ ഓൺ യുവർ ബിലോങ്ങിങ്സ് വെൻ യു ആർ ഇൻ എ ക്രൗഡഡ് മാർക്കറ്റ്. ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ കീപ്പ് ആൻ ഐ ഓൺ യുവർ ബിലോങ്ങിങ്സ്. ബിലോങ്ങിങ്സ് മീൻസ് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം, കെയർഫുള്ളായി സൂക്ഷിക്കണം എന്നർത്ഥം. Keep an eye on your belongings when you are in a crowded place, in a crowded market. No hard feelings.
നോ ഹാർഡ് ഫീലിങ്സ് എന്നത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നോ റിസെൻറ്റ്മെൻറ്റ് എന്നാണ് മീനിങ്. അതായത് ചില ആളുകൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ചിലരോട് ദേഷ്യം ഉണ്ടാവും. അതൊക്കെ മനസ്സിൽ വെച്ച ഒരു ഇൽ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബാഡ് ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കുക. അതാണ് നോ ഹാർഡ് ഫീലിങ്സ്. ഇപ്പോൾ ചില ആളുകൾ ചില തമാശയൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ് കേട്ടോ, നോ ഹാർഡ് ഫീലിങ്സ്, ഒന്നും തോന്നരുത്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്നാണത്. ഐ ഹോപ്പ് ദർ ആർ നോ ഹാർഡ് ഫീലിങ്സ് ബിറ്റ്വീൻ അസ്. നമ്മൾ തമ്മിൽ ഒന്നും ദേഷ്യമൊന്നും ഇല്ലല്ലോ മനസ്സിൽ. ഐ ഹോപ്പ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ദർ ആർ നോ ഹാർഡ് ഫീലിങ്സ് ബിറ്റ്വീൻ അസ്. ബൈ നോ മീൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ, ഒരു തരത്തിലും ഇല്ല എന്ന് പറയില്ലേ, അത്. ബൈ നോ മീൻസ് അവർ ടീം വിൽ വിൻ ദ മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ഒരു തരത്തിലും വിജയിക്കില്ല എന്നാണ്. അതിനൊരു ചാൻസും ഇല്ല, നോട്ട് അറ്റ് ഓൾ. ബൈ നോ മീൻസ് ഐ ആം ഗോയിങ് ടു അക്സെപ്റ്റ് യുവർ റിക്വസ്റ്റ്. നിങ്ങളുടെ റിക്വസ്റ്റ് ഒരു തരത്തിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബൈ നോ മീൻസ്. ടേൺ ഔട്ട് ടു ബി. ടേൺ ഔട്ട് ടു ബി എന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ റിസൾട്ട്, അതാണ് ടേൺ ഔട്ട് ടു ബി എന്ന് പറയുന്നത്. ദ സർപ്രൈസ് പാർട്ടി ടേൺഡ് ഔട്ട് ടു ബി എ ഹ്യൂജ് സക്സസ്. ആ സർപ്രൈസായിട്ട് ആ പാർട്ടി നടത്തിയത്, അത് ഫൈനലായിട്ട് അത് എന്താ ഉണ്ടായത്, വളരെ വലിയ വിജയമായിരുന്നു അത്. ദ സർപ്രൈസ് പാർട്ടി ടേൺഡ് ഔട്ട് ടു ബി എ ഹ്യൂജ് സക്സസ്. ദ ബുക്ക് ടേൺഡ് ഔട്ട് ടു ബി എ വാല്യുബിൾ റിസോഴ്സ് ഫോർ മൈ റിസേർച്ച്. എൻ്റെ റിസേർച്ചിന് വേണ്ടിയിട്ട് വളരെ വാല്യുബിളായിട്ട് വളരെ വിലപ്പെട്ട ഒരു റിസോഴ്സ് ആയിരുന്നു ആ ഒരു ബുക്ക്. ദ ബുക്ക് ടേൺഡ് ഔട്ട് ടു ബി എ വാല്യുബിൾ റിസോഴ്സ് ഫോർ മൈ റിസേർച്ച്. അപ്പോൾ അത് ഫൈനലായിട്ട് അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് അനുഭവപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എക്സ്പ്രഷൻസൊക്കെ വളരെ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാം. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ശീലമാക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതൊരു ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാനും പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക.